Today I am going to taking solid state. Chapter is what is called a solid state. You know that matter. Anything that can occupy space and mass is called what? Matter. Matter may be classified into three. They are solid state, solid, liquid and gas. Solid, liquid and gas. അത് പ്ലാസ്മയാണ്. അതിന് പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും മാത്രം ഓർക്കുക. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇത് രണ്ടും കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചതാണ്. ഈ കൊല്ലം സോളിഡ് സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. സോളിഡ് മാത്രം. സോളിഡ് ഹാസ് definite shape and definite volume. Liquid has definite volume but not definite shape. And gases neither have definite shape nor definite volume. I am going by taking that is called solid state. Solids are of two types. They are crystalline and amorphous. What are called crystalline and amorphous. There are two types of solids: crystalline solid and amorphous solid. What is the difference between crystalline and amorphous? You know that potassium chloride, sodium chloride, quartz, ഇതെല്ലാം crystalline ആണ്. That is amorphous. പ്ലാസ്റ്റിക് നമുക്കറിയാം. പ്ലാസ്റ്റിക്, റബ്ബർ ഒരു അമോർഫസ് സബ്സ്റ്റൻസ് ആണ്. ഗ്ലാസ് അറിയാം. ഗ്ലാസ് ഇതെല്ലാം നമുക്ക് പറയാം അമോർഫസ് സബ്സ്റ്റൻസ് ആണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയേണ്ടത്. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് ഡിഫറൻസ് ആണ് നോട്ട് ചെയ്യാൻ പോകുന്നത്. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് നോട്ട് ചെയ്യാൻ പോവാണ്. ഒന്ന്, ക്രിസ്റ്റലൈൻ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. എന്താണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പോയിന്റിൽ അത് മെൽറ്റ് ചെയ്യും. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എത്തുമ്പോഴേ ടെമ്പറേച്ചർ എത്തുമ്പോഴേ മെൽറ്റ് ചെയ്യത്തുള്ളൂ. അതിന് ഒരിക്കലും മെൽറ്റ് ചെയ്യത്തില്ല. കറക്റ്റ് ടെമ്പറേച്ചർ മെൽറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അമോർഫസ് ആണെങ്കിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷെ ഷാർപ്പ് അല്ല. മെൽറ്റ് ചെയ്യും ബട്ട് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇതാ വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. പ്ലാസ്റ്റിക് നിങ്ങൾക്കറിയാം, ഏത് നമ്മൾ കത്തിച്ചേർന്ന് കത്തിയാൻ പോകും. ഇതിന് ടെമ്പറേച്ചർ ഒന്നുമില്ല. അതുപോലെ റബ്ബർ, ഗ്ലാസ് ഇതിനൊന്നും പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ല മെൽറ്റ് ചെയ്യാൻ. അതിങ്ങനെ ഏതെങ്കിലും സമയത്ത് നമ്മൾ കത്തിച്ചേർന്ന് കത്തിയാൻ പോകും. അത് അമോർഫസ് ആണ്. രണ്ട്, ഇതിന് ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ടാവും. ഡെഫിനിറ്റ് ജോമെട്രി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പൊ സോഡിയം ക്ലോറൈഡ് പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ അമോർഫസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. സ്ട്രക്ചർ ഇല്ല. നമ്മൾ കാണിക്കുന്നതാണ് അതിന്റെ സ്ട്രക്ചർ. റബ്ബർ നമ്മൾ കാണിക്കുന്ന സ്ട്രക്ചർ അതൊന്നും ഇല്ല. ഗ്ലാസിനും ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം നോ ഡെഫിനിറ്റ് ജോമെട്രി. ഇനി മൂന്നാമത്തെ, it exhibit an isotropy. It exhibit what? An isotropy. But it exhibit isotropy. അപ്പോൾ നിങ്ങൾ ചോദിക്കും, sir, what is meant by isotropy and anisotropy? ഇപ്പോൾ നമുക്കറിയാം പല ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന്. ബോയിലിംഗ് പോയിന്റ്, ഈ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി, ഇങ്ങനെയുള്ള എല്ലാം എടുത്താൽ, ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലാം എടുത്താൽ ഏത് ഡയറക്ഷനിൽ പോയാലും, ഈ ഡയറക്ഷനിലായാലും ഏത് ഡയറക്ഷനിലായാലും സെയിം. അതാണ് വാട്ട് ഈസ് കാൾഡ് ഐസോട്രോപി. ഒരു പ്ലാസ്റ്റിക് സബ്സ്റ്റൻസിന്റെ ഏത് ഡയറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് സെയിം ആയിരിക്കും. അതുപോലെ നമ്മള് അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ആയാലും അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആയാലും മെൽറ്റിംഗ് പോയിന്റ് ആയാലും ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടി ആയാലും ഏത് ഡയറക്ഷൻ എടുത്താലും ഏത് ഡയറക്ഷനിൽ പോയാലും അതിന്റെ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അതാണ് ഐസോട്രോപി. അപ്പൊ എന്താ ഐസോട്രോപി? Physical properties are same in all directions.
Physical properties are same in all directions. They are called what? Isotropy. അപ്പോൾ anisotropy എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Physical properties are different in different directions. Different in different. ഇതിന്റെ physical property അല്ല ഇതിന്റെ അവിടെ. ഇതിന്റെ വ്യത്യാസം ഓരോ ഡയറക്ഷനിലും വ്യത്യാസം ഉണ്ടാവും. അതാണ് what is called isotropy and anisotropy. What do you mean by isotropy ചോദിച്ചാലേ? What do you mean by anisotropy ചോദിച്ചാലേ? Isotropy എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Physical properties are same in all directions. Physical properties are different in different directions. That is called anisotropy. ഇനി ഒരു നാലാമത്തെ ഒരെണ്ണോട് പറയാം. Crystalline substance long range order ആണ്. Long range order. വളരെ ഇമ്പോർട്ടന്റ് സാധനമാണ്. ഇതിനകത്ത് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ലോങ് റേഞ്ച് എന്തായി ലോങ് റേഞ്ച് ഓർഡർ എന്നാണ് മീനിങ്. ഇപ്പോൾ നമ്മൾ ഒരു ഭിത്തി സങ്കല്പിക്കുക. ഒരു ഭിത്തി സങ്കല്പിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഭിത്തി. ആ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് ചുടുകട്ടകൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുടുകട്ടകൾ വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഭിത്തി. ഉണ്ടാക്കിയിരിക്കുന്ന ചുടുകട്ട വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുക. ഒരുപാട് ഒരെണ്ണം മാത്രം, അതായത് പർട്ടിക്കുലർ ഫിഗർ മാത്രം അത് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഡെഫിനിറ്റ് പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് റിപ്പീറ്റഡ് ഇൻ ദ ഹോൾ ക്രിസ്റ്റൽ. ഒരു മാല തന്നെ എടുക്കുക, മുല്ലപ്പൂ മാല. ഓരോ മുല്ലപ്പൂ മാല ഇങ്ങനെ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മുല്ലപ്പൂ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വാട്ട് ഇസ് കോൾഡ് വാട്ട് ലോങ് റേഞ്ച് ഓർഡർ. അതേസമയം നമുക്ക് വേറെ ഭിത്തി എടുത്ത് നോക്കാം. ആ ഭിത്തിക്കകത്ത് ചുടുകട്ട ഉണ്ടാകാം. ആ ഭിത്തിക്കകത്ത് ചുടുകട്ട മാത്രമല്ല, കുറെ ചുടുകട്ട എഴുതിയിട്ട് കുറച്ച് ഹോളോ ബിസ് ആകാം, പിന്നെ കുറച്ച് ചുടുകട്ട ആകാം. അപ്പം ഇറ്റ് ഈസ് നോട്ട് ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് ഓർഡർ. ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് റേഞ്ച് ഓർഡർ, ലോങ് റേഞ്ച് ഓർഡർ. ഡെഫിനിറ്റ് പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് റിപ്പീറ്റഡ് ഇൻ ദ entire crystal. That's what is called long range order. Definite pattern of arrangement of particles repeated only in a short region. ഒരു മാല എടുത്ത് നോക്കി, ചെമ്പരത്തി കുറച്ച് ഇട്ടേക്കും, അത് കഴിഞ്ഞ് മുല്ലപ്പൂവുണ്ട്, പിന്നെ കുറച്ച് ചെമ്പരത്തി, പിന്നെ കുറെ അല്ലി. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് വരും. അല്ല ഷോർട്ട് റേഞ്ച് ഓർഡറിൽ മാത്രമേ ഉള്ളൂ. അതേസമയം ചെമ്പരത്തിപ്പൂ മാത്രമാണെങ്കിൽ that is called what? നമുക്ക് പറയാം ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാം. That is the difference. These are the 4 differences between crystalline and amorphous. It is so important asking these questions. What is in by isotropy? What is in by anisotropy? What is in by long range order? What is in by short range order? What are differences between crystalline and amorphous? Examples of crystalline and amorphous. ഇത്രയും ചോദിച്ചു കഴിയുമ്പോൾ ഈ പോയിന്റ് അവിടെ പൂർത്തിയാകും. ഇതാണ് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റലൈനും അമോർഫസും കഴിഞ്ഞാൽ ഇനി നമുക്ക് വീണ്ടും ക്രിസ്റ്റലൈനിലേക്ക് പോകാം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ ആണ്. ക്രിസ്റ്റലൈൻ. നെക്സ്റ്റ് സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. അടുത്ത പോയിന്റ് അതാണ് യൂണിറ്റ് സെൽ. സ്പേസ് ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. ഇനി അടുത്ത പോയിന്റ്. What is in by space lattice? What is in by unit cell? Space lattice this much. An array of points. വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഒരു സ്പേസ് ലാറ്റിസ് ഇവിടെ വരയ്ക്കാൻ പോവാണ് ഞാനിവിടെ. ഒരു സ്പേസ് ലാറ്റിസ്. സ്പേസ് ലാറ്റിസ് ആണ്. നമ്മളൊരു കേക്ക് എടുത്ത് മുറിച്ച് ഇങ്ങനെയും മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസ് കിട്ടും. ഓരോ പീസ്. അപ്പൊ ഇവിടെ എല്ലാം ഇരിക്കുന്ന ആറ്റംസ് ആണ്. ആറ്റംസ്. ദാറ്റ് ഈസ് ഈ ഓരോ പോയിന്റ്സ് റെപ്രസെന്റ് ദി ആറ്റംസ് or molecules or ions.
which are in a three-dimensional pattern. Which are arranged in a three-dimensional pattern. That is called space lattice. That is once again points showing atoms, molecules, or ions are arranged in a three-dimensional pattern is called space lattice. ഇതാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ആ സ്പേസ് ലാറ്റിസില് ഒരുപാട് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണോ നമ്മൾ കട്ടയെടുത്ത് ഇങ്ങനെ അറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇതെടുത്ത് ഒരു ഇപ്പൊ ഇങ്ങനെയുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അറുത്തിട്ട് ഒരു പീസ് കിട്ടും നമുക്ക്. നമ്മൾ കണ്ടുണ്ടോ ഐസ്ക്രീം അല്ല കേക്ക് മുറിക്കുന്നത്. ആ കേക്ക് മുറിക്കുമ്പോൾ ഒരു പീസ് എടുക്കുന്നു. അത് ഒരുപാട് പീസുകൾ ചേരുന്നതാണ് ഈ സ്പേസ് ലാറ്റിസ്. റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ ദ സ്പേസ് ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. ഓരോ റിപ്പീറ്റിംഗ് യൂണിറ്റിന് നമുക്ക് പറയാൻ വേണ്ടി യൂണിറ്റ് സെൽ എന്ന് പറയാം. അപ്പൊ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ദിസ് ഈസ് വാട്ട് യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെൽ വരയ്ക്കാൻ നമുക്ക് ഇത്ര മാത്രം യൂണിറ്റ് സെൽ വരയ്ക്കാം. ഇതാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ ദി സ്പേസ് ലാറ്റിസ് ആണ്. ഇതാണ് വാട്ട് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ആണ്. അപ്പൊ ഒരുപാട് യൂണിറ്റ് സെൽ ചേരുന്നതാണ് സ്പേസ് ലാറ്റിസ്. അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ കോമ്പിനേഷൻ ആണ് സ്പേസ് ലാറ്റിസ്. അപ്പൊ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇൻ ദി സ്പേസ് ലാറ്റിസ് ഈസ് കോൾഡ് യൂണിറ്റ് സെൽ. വാട്ട് യു മീൻ ബൈ യൂണിറ്റ് സെൽ ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ സ്പേസ് ലാറ്റിസ്? ഒരു സ്പേസ് ലാറ്റിസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കണം. യൂണിറ്റ് സെൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കണം. ഇനി ഈ ഒരു യൂണിറ്റ് സെല്ല് രണ്ട് ടൈപ്പ് ഉണ്ട്. ദേ ആർ primitive and centered unit cell. Primitive and centered unit cell.